ഹലോ, ഇന്നൊരു കറിയാണ്. പരിപ്പും മുരിങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു നാടൻ കറി. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. മുരിങ്ങ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, കാരണം മുരിങ്ങേൻ്റെ കഷ്ണങ്ങളായി കിട്ടണമെങ്കിൽ കുക്കറിലിട്ടാൽ എല്ലാം അടിഞ്ഞു പോവും. ഇനി മുരിങ്ങ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. മൂന്ന് വിസിലിന് ശേഷം നോക്കിയപ്പം പരിപ്പുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുരിങ്ങ ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പും പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇതിനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അത് വേവുന്ന സമയം നമുക്കൊരു മിക്സി ജാറിൽ തേങ്ങയും ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം. മുരിങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് നല്ല ഒരു ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതിയാവും. ഇനി നമുക്ക് കറിയിലേക്കുള്ള വറുത്തിടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഉണക്കമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കടുക്, കറിവേപ്പില. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. ഉണക്കമുളക് വല്ലാണ്ട് കരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണക്കമുളക് മാത്രം എടുത്തിട്ട് കറിയിലേക്ക് ഇടുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറാവണം, എന്നാലും മാത്രമേ വെളുത്തുള്ളിക്ക് നല്ല സ്മെല്ല് വരുള്ളൂ. അത് ബ്രൗൺ ആയതിനു ശേഷം മാത്രമേ ചെറിയുള്ളി ഇടാൻ പാടുള്ളൂ. ചെറിയുള്ളി നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വരണം. ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇടണം. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, പക്ഷേങ്കിൽ ഈ കറിക്കൊരു നല്ല നാടൻ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കിയിട്ടില്ല എന്നെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.